നമ്മൾ കഴിഞ്ഞ ആഴ്ച കുടുംബത്തെ പറ്റി പറയുമ്പോൾ അവിടെ എനിക്ക് റെസ്പെക്റ്റിനേക്കാളും സ്നേഹമാണ് കൂടുതലായിട്ട് നമ്മളൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവാൻ തോന്നുന്നു. കാരണം നമ്മൾ പരസ്പരമുള്ള സ്നേഹം ഒരു കുടുംബത്തിൽ അതാണ് വേണ്ടത്. അതിന് ഓഫീസിലേക്ക് എത്തുമ്പോൾ അത് റെസ്പെക്റ്റ് ആവുകയാണ്. അത് കുറേ കൂടി നമ്മൾ ആദരിക്കുന്ന രീതിയിൽ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആദരവ്. കാരണം എല്ലാവരും ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ്, അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യത്തിനായിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു റെസ്പെക്റ്റാണ് നമ്മൾ പരസ്പരം നൽകേണ്ടത്. പക്ഷേ ഈ കുടുംബത്തിന് എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്ത ഓഫീസിൽ എത്തുമ്പോൾ പരദൂഷണം, ഇപ്പം നമ്മൾ സ്ഥിരമായി കാണുന്ന സാധനമാണ് പരദൂഷണം. ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവെപ്പുകൾ, ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് വളരെ വ്യാപകമാണ്. അപ്പം ഈ ഗോസിപ്പൊക്കെ ഉണ്ടാവുന്ന അതിൻ്റെ ഒരു പങ്ക്, അതിനെപ്പറ്റി ഒന്ന്. അതെ അതെ തീർച്ചയായിട്ടും പല ഓഫീസുകളും റൺ ചെയ്യുന്ന ഗോസിപ്പിലൂടെയാണ് നമ്മൾ പറയും. നമ്മള് പിന്നെ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മളെ ഗോസിപ്പുകൾ നമ്മളെ പിന്നെ എഫക്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും ഗോസിപ്പ് ഇല്ലാത്ത ഒരു ഓഫീസും ഇല്ലതാണ്. മൂന്നോ നാലോ എംപ്ലോയീസ് കൂടുന്ന ഒരു സമയത്ത് ഒരു സ്ഥലത്ത് എന്തായിരിക്കും ഡിസ്കഷൻ പ്രതിഭ സാധാരണ രീതിയിൽ? അവരുടെ കോമൺ ടോപ്പിക് എന്തായിരിക്കും സാധാരണ രീതിയിൽ? ഞാൻ കണ്ടെടുത്തോളം അവരുടെ ബോസന്മാരെ കുറ്റം പറയുന്നതായിരിക്കും. അതാണ് അവരുടെ ഒരു കോമൺ ടോപ്പിക്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിലിരിക്കുന്ന മൂന്നോ നാലോ പേരിൽ നാളെ ഇതെങ്ങനെ ആ ബോസിന്റെ ചെവിയിൽ എത്തില്ല എന്നുള്ളത് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഗോസിപ്പ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ ഗോസിപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കഴിവതും നമ്മൾ ഈ ഗോസിപ്പിൽ പോയി പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്.